ഒരു സയ്യിദല്ല പോകുന്നത്, സയ്യിദിൻ്റെ ഭാര്യയുടെ മുഖമാ കാണുന്നു. അവരതാ നിക്കാബൊന്നും ധരിച്ചിട്ടില്ലല്ലോ. തങ്ങന്മാർക്കൊക്കെ ചെയ്യാമല്ലോ, പിന്നെ നമുക്കെന്താ ചെയ്താൽ? ഇങ്ങനെയുള്ള കാഴ്ചകൾ കാണുമ്പോൾ ചിലപ്പോൾ നമ്മളങ്ങനെ പറയാറുണ്ട്, ചിലപ്പോൾ നമ്മൾ മനസ്സിലെങ്കിലും കരുതാറുണ്ടാകും. സയ്യിദന്മാരുടെ അടുത്ത് നിന്ന് കാണുന്ന വീഴ്ചകളൊക്കെ അത് സയ്യിദല്ലേ, അപ്പോൾ കുഴപ്പമില്ല, അല്ലെങ്കിൽ ആ സയ്യിദ് ചെയ്യുന്നുണ്ടല്ലോ, പിന്നെ എന്താ ഇപ്പോൾ നമുക്ക് ചെയ്താൽ എന്നൊക്കെയുള്ള ആ ഒരു ചിന്താഗതി നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ നാം മനസ്സിലാക്കേണ്ട ഒരു വിഷയമുണ്ട്. സയ്യിദന്മാർ അവർ സയ്യിദാണ്, തങ്ങളാണ്, ഒക്കെ ശരി തന്നെയാണ്. പക്ഷേ അവരെല്ലാവരും ആലിമീങ്ങളായിക്കൊള്ളണമെന്നില്ല. ഇനി ആലിമാണെങ്കിൽ തന്നെ അതിനനുസരിച്ച് നടക്കുന്നവരും ആയിക്കൊള്ളണമെന്നില്ല. ചില ആളുകളെ നടക്കുന്നുള്ളൂ. ചിലരൊക്കെ നമ്മളെപ്പോലെ തോന്നിയതുപോലെ നടക്കുന്നുണ്ടാവും എന്ന് കരുതി അവരെ ഒന്നും നമ്മൾ എന്ത് ചെയ്യാൻ പറ്റില്ല, പിൻപറ്റാൻ പറ്റില്ല. ഇസ്ലാമിൻ്റെ നിയമങ്ങളും കാര്യങ്ങളൊക്കെ മുറ പോലെ ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവരെ നമ്മൾ പിൻപറ്റാം. അവർ ചെയ്യുന്നില്ലെങ്കിൽ സയ്യിദല്ലേ, അവർ ചെയ്യുന്നില്ലല്ലോ, പിന്നെ നമ്മളെന്താ ചെയ്യുന്നതെന്ന് ചിന്തിക്കുന്നതിന് പകരം അവർ ചെയ്തില്ലെങ്കിൽ അവർക്കുള്ളത് അള്ളാഹു കൊടുത്തോളും, നമ്മളെന്ത് ചെയ്യണ്ട, അവരെ പിൻപറ്റേണ്ടതില്ല എന്ന് മനസ്സിലുറപ്പിച്ച് മനസ്സിലാക്കുക. ഇസ്ലാമിൻ്റെ നിയമങ്ങൾ പാലിക്കാതെ സ്വന്തം മക്കളെയും ഭാര്യയെല്ലാം മുഖം മറക്കാതെ കൊണ്ടു നടക്കുന്ന സയ്യിദന്മാർ, അത് എത്ര വലിയ തങ്ങൾ ഫാമിലി ആണെങ്കിലും ശരി, അവരൊന്നും നമ്മൾ പിൻപറ്റേണ്ടതുമില്ല. അവരുടെ കുറ്റം നമ്മൾ ആരോടും പറയുകയും വേണ്ട. കാരണം സയ്യിദ് കുടുംബം എന്ന് പറഞ്ഞാൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബമാണ്. അതിന് പ്രത്യേക മഹത്വമുണ്ട്.